ഒരു സർപ്രൈസ് കേക്കിന്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അപ്പോൾ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഐഫോൺ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡമ്മി കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൺ എൻ്റെ കയ്യിൽ ബർത്ത്ഡേക്ക് ഒരു മാസം മുമ്പേ തന്നെ ആളെത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതുപോലെ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് കീറി കളഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് പാക്ക് ചെയ്യാനൊന്നും നിന്നില്ല, ഓൾറെഡി നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ അളവൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു 9 ഇഞ്ചിൻ്റെ ഡമ്മി വേണ്ടി വരുമെന്ന് മനസ്സിലായി, ഡയമീറ്റർ. അപ്പോൾ അങ്ങനത്തെ ഡയമീറ്ററുള്ള ഡമ്മി മേടിച്ചു. എന്നിട്ട് അത് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് കേക്ക് ബേസിൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ കേക്ക് അതായത് ഈ ഫോൺ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് അതിലുണ്ടാക്കിയിട്ട് അതിലേക്ക് ഫോണിൻ്റെ ഈ പാക്കേജ് നമ്മൾ ഇറക്കി വെക്കുക ചെയ്തത്. അപ്പം ഇനി പാക്കേജ് എങ്ങാനും ചാടി പോരണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഒന്ന് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് അത് സെറ്റാക്കി എടുത്തിട്ട് ക്രീമൊക്കെ കൊടുത്തിട്ട് ഒരു കേക്കിൻ്റെ ലുക്കാക്കി എടുത്തു. ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട്. ക്ലയൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു, അവൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്കായിരുന്നു ഇങ്ങനൊരു സജഷൻ വന്നത്. അപ്പോൾ ഫോൺ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു മാസം മുന്നേ തന്നെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ ക്രീമൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷെൽ നോസിൽ വെച്ചിട്ട് ചെറിയ റോസറ്റ് ഡിസൈൻസ് കൊടുക്കുന്നുണ്ട്. കണ്ടാൽ ഒറിജിനൽ കേക്കാണെന്നുള്ളൊരു ലുക്കൊക്കെ തോന്നണമല്ലോ. കേക്കിൻ്റെ 2 സൈഡിലായിട്ടാണ് ഞാൻ ഈ ഫ്ലോറൽ ഡെക്കറേഷൻ കൊടുത്തേക്കുന്നത്. ചെറിയ ലീഫിൻ്റെ ഡെക്കറേഷനും കൊടുത്തിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഫോണ്ടന്റിൽ എഴുതിയിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കേക്ക്, റിയൽ കേക്കും ഉണ്ടായിരുന്നു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായിട്ട്. അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയായിരുന്നു. ആ കേക്കിൻ്റെ ഡിസൈൻ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചൊന്നുമില്ല. പോകുന്നതിന് മറ്റേ കേക്കും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പോകുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇത് ചെയ്തു, നേരെ പാക്ക് ചെയ്തു കൊണ്ടുപോയി കൊടുക്കുക ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ ഒരു ലോക്കറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദിവസം മുമ്പ്. അതായത് ഈ കേക്ക് ചെയ്യുന്നതിനും കുറച്ച് ദിവസം മുമ്പായിട്ട്. സംഗതി ഈ കേക്ക് കിട്ടിയ ആളും അത് ഈ വർക്ക് നമ്മൾ ഏൽപ്പിച്ച ആളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആൾക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ മേക്കിംഗ് വീഡിയോ ഒക്കെ അന്ന് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. കാരണം ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡമ്മി കേക്കിലൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നുകൊണ്ട് അത് നമുക്കും ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസും ഡെക്കറേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്ത റിയൽ കേക്ക് എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ പിന്നാലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകും കേട്ടോ.